ഒടുവിൽ നമ്മളെല്ലാം ഏറെ ഭയപ്പെട്ടിരിക്കുന്നത് തന്നെ സംഭവിച്ചിരിക്കുന്നു. ഉക്രൈൻ ആക്രമണത്തിന്റെ പേരിൽ സ്വയം അപമാനിതനായി റഷ്യ തന്റെ പ്രതികാരം വളരെയധികം ശക്തമായി തന്നെ ഉക്രൈന് മുകളിൽ ചൊരിഞ്ഞിരിക്കുന്നു. 3 വർഷമായി തുടരുന്ന യുദ്ധത്തിലെ ഒറ്റ രാത്രി കൊണ്ടുള്ള ഏറ്റവും വലിയ ഡ്രോൺ ബോംബാക്രമണത്തിനാണ് കീവ് സാക്ഷ്യം വഹിച്ചതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യുക്രൈനിലേക്ക് റഷ്യ ഏകദേശം 500 ഡ്രോണുകൾ വിക്ഷേപിച്ചു എന്നാണ് യുക്രൈനിൽ വ്യോമസേന അറിയിച്ചിട്ടുള്ളത്. പോരാട്ടം അവസാനിപ്പിക്കുന്നതിൽ നേരിട്ടുള്ള സമാധാന ചർച്ചകളിൽ ഇതുവരെ പുരോഗതി കൈവരിക്കാൻ ഈ രാജ്യങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അതിനിടയിലാണ് റഷ്യ തന്റെ വേനൽക്കാല ആക്രമണം ശക്തമായി തന്നെ തുടരുന്നത്. 479 ഡ്രോണുകൾ കൂടാതെ 20ഓളം വരുന്ന വിവിധ തരം മിസൈലുകളും യുക്രൈനിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് റഷ്യ തൊടുത്തുവിട്ടു എന്നാണ് വ്യോമസേനയുടെ ആരോപണം. പ്രധാനമായി യുക്രൈന്റെ മധ്യ പടിഞ്ഞാറൻ മേഖലകളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം ഉണ്ടായത്. ഞായറാഴ്ച രാത്രിയോടെ നടന്ന ശക്തമായ റഷ്യൻ ആക്രമണത്തിന് മറുപടിയായി 277 ഡ്രോണുകളും 19 മിസൈലുകളും വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തതായി യുക്രൈൻ വ്യോമസേന അറിയിക്കുകയുണ്ടായി. എന്നാൽ 10ഓളം മിസൈലുകളും ഡ്രോണുകളും മാത്രമാണ് ലക്ഷ്യത്തിൽ എത്തിയത് എന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റതായി ഉദ്യോഗസ്ഥർ പറഞ്ഞെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇതുവരെയും ലഭ്യമായിട്ടില്ല. കൂടുതൽ പേർക്ക് പരിക്കേൽക്കുകയോ ആളപായമുണ്ടായോ എന്നിങ്ങനെ നിർണായക വിവരങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്ന് സാരം. വ്യോമാക്രമണങ്ങളിലെ സമീപകാല വർധനവ് റഷ്യയുടെ നീക്കത്തിലെ ദ്രുതഗതിയാണ് സൂചിപ്പിക്കുന്നത്. ഏകദേശം 1000 കിലോമീറ്റർ മുൻനിരയുടെ കിഴക്കൻ വടക്കു കിഴക്കൻ ഭാഗങ്ങളിൽ റഷ്യൻ സൈന്യം വീണ്ടും മുന്നേറുന്നതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഒറ്റ രാത്രി കൊണ്ടുള്ള ഇത്രയും വലിയ ആക്രമണവും മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായ റഷ്യയ്ക്ക് മുൻപിൽ യുക്രൈൻ വളരെ ദുർബലമാണെന്നതാണ് വാസ്തവം. അതിനാൽ പാശ്ചാത്യ പങ്കാളികളിൽ നിന്ന് പ്രത്യേകിച്ച് വ്യോമ പ്രതിരോധത്തിൽ കൂടുതൽ സൈനിക പിന്തുണ അവർ തേടുന്നുണ്ട്. എന്നാൽ യുദ്ധവുമായി ബന്ധപ്പെട്ട US നയത്തിനെ കുറിച്ചുള്ള അനിശ്ചിതത്വം ഈ സഹായത്തിന്റെ വ്യാപ്തിയെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. ഇത്രയൊക്കെ ആണെങ്കിലും ചില ഞെട്ടിപ്പിക്കുന്ന പ്രത്യാക്രമണങ്ങളും യുക്രൈൻ ഇതിനിടയിൽ നടത്തിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ. വിദൂര റഷ്യൻ വ്യോമതാവളങ്ങളിൽ അടുത്തിടെ നടത്തിയ ഡ്രോൺ ആക്രമണം അതിന്റെ വ്യാപ്തി, സങ്കീർണത എന്നിവയിൽ ഏറെ വെല്ലുവിളി നിറഞ്ഞതായിരുന്നു. ഇതാവട്ടെ അക്ഷരാർത്ഥത്തിൽ റഷ്യയെ വിറപ്പിക്കുകയും ചെയ്തിരുന്നു. യുക്രൈൻ അതിർത്തിയിൽ നിന്നും ഏകദേശം 650 കിലോമീറ്റർ വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന റഷ്യയുടെ നിസ്നി നോവ്ഗൊറോഡ് മേഖലയിലെ സവോസ്ലൈക്യ വ്യോമതാവളത്തിൽ നിലയുറപ്പിച്ച 2 റഷ്യൻ യുദ്ധവിമാനങ്ങൾ സൈന്യം ആക്രമിച്ചതായി യുക്രൈനിയൻ ജനറൽ സ്റ്റാഫ് ഇന്ന് അവകാശപ്പെടുകയുണ്ടായി. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇതുവരെയും ലഭ്യമായിട്ടില്ല. അതിനിടെ ആണവശേഷിയുള്ള തന്ത്രപ്രധാന ബോംബർ വിമാനങ്ങളെ ഉൾക്കൊള്ളുന്ന വ്യോമതാവളങ്ങളിൽ യുക്രൈൻ നടത്തിയ ആക്രമണത്തിനുള്ള പ്രതികാര നടപടികളുടെ ഭാഗമാണ് അടുത്തിടെയുണ്ടായ തീവ്രമായ ആക്രമണങ്ങളെന്ന് റഷ്യൻ ഉദ്യോഗസ്ഥർ പറയുകയുണ്ടായി. അത് ഇനിയും തുടരാമെന്നുള്ള സൂചനയാണ് റഷ്യ നൽകുന്നതെന്ന് വ്യക്തം. തുർക്കിയിലെ ഇസ്താംബൂളിൽ റഷ്യൻ യുക്രൈനിയൻ പ്രതിനിധികൾ തമ്മിൽ അടുത്തിടെ 2 റൗണ്ട് നേരിട്ടുള്ള സമാധാന ചർച്ചകൾ നടന്നിരുന്നു. എന്നാൽ ഇതിൽ കാര്യമായ പുരോഗതി ഉണ്ടായില്ലെന്ന് മാത്രമല്ല, റഷ്യ ആക്രമണം കടുപ്പിക്കുക കൂടി ചെയ്തു. തടവുകാരെയും പരിക്കേറ്റ ആയിരക്കണക്കിന് സൈനികരെയും കൈമാറുമെന്ന ധാരണ മാത്രമാണ് ഈ ചർച്ചകളിൽ ഉണ്ടായത്. യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇനിയും അകലെയാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു തിരിച്ചടി ലോകരാജ്യങ്ങൾ പ്രതീക്ഷിച്ചത് തന്നെയാണ്. പൊതുവെ തിരിച്ചടികൾ പ്രതീക്ഷിക്കുകയോ അതിനെ അക്സെപ്റ്റ് ചെയ്യുകയോ ചെയ്യുന്ന ഒരു രാജ്യമല്ല റഷ്യ എന്നിരിക്കെ, യുക്രൈൻ പോലെയുള്ള ചെറിയൊരു രാജ്യത്തിന്റെ ഇത്രയും വലിയൊരു പ്രതിരോധം റഷ്യക്ക് ഒരു കാരണവശാലും വെച്ച് പൊറിപ്പിക്കാൻ പറ്റുന്നതല്ല. ഇതോടുകൂടി റഷ്യ തന്റെ സമീപനം മാറ്റുമോ, അത് വീണ്ടും ഇതിന്റെ തുടർച്ച ഉണ്ടാകുമോ എന്ന് മാത്രമാണ് ഇപ്പോൾ രാജ്യങ്ങളിലെ പ്രധാന ചർച്ചാ വിഷയം.